ഹായ് ഓൾ, എല്ലാവർക്കും മമ്മീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് കാണുന്ന സമയത്ത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തിളച്ച ചായയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ചൂടുണ്ട്. ആ ഒരു ഗ്ലാസ്സിൽ നമ്മൾ പിടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൈ പൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ പൊള്ളുന്ന സമയത്ത് നമ്മളൊരു വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടൊക്കെയാണ് കുടിക്കാറുള്ളത്. എന്നാൽ എത്ര ചൂടുള്ളതായാലും നമ്മുടെ കൈ പൊള്ളാതെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ളൊരു ഫ്രൂട്ട്സ് ബാഗാണ് കേട്ടോ. ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ബാഗൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളത് വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇത് വെച്ചിട്ട് നമ്മൾ പോലും ആലോചിക്കാത്തൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാനത് ആ ഒരു ഗ്ലാസിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രൂട്ട് ബാഗ് നല്ല കട്ടിയാണ്, എന്നാൽ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഞാൻ ആ ഒരു ഗ്ലാസ്സിലേക്ക് മുഴുവനായിട്ട് അത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ചൂടുള്ളതായാലും നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് ഒട്ടും ചൂട് എത്തുകയില്ല. മാത്രമല്ല കൈ പൊള്ളുമോ എന്നുള്ള ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇനി ഇത് ഗ്ലാസ്സിൽ മാത്രമല്ല, സാധാരണ ബോട്ടിലൊക്കെ വെള്ളം കൊണ്ടുപോകുന്ന ആളുകളുണ്ടാവും. ഫ്ലാസ്ക് പോലെയുള്ള ബോട്ടിലൊക്കെ വെള്ളം തിളപ്പിച്ചിട്ട് ചൂടാറാൻ ഒഴിവില്ലാതാക്കിയിട്ട് പോകുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആ ഒരു ബോട്ടിലിൻ്റെ പുറമെ കൂടെ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് ബാഗ് ഒന്ന് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും നമുക്ക് ചൂടില്ലാതെ കൊണ്ട് നടക്കാനും നമ്മളെ കൈ പൊള്ളുമെന്നുള്ള ടെൻഷനൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഞാൻ രണ്ടാമത്തെ ടിപ്പും ഈ ഒരു ഫ്രൂട്ട് ബാഗ് വെച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഉൺമേശയിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ചൂടുള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചൂടിറങ്ങിയിട്ട് ഷീറ്റൊക്കെ ഉരുകി പോവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അതേ ഫ്രൂട്ട് ബാഗ് തന്നെയാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വലുപ്പമുള്ള പാത്രമൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ കിട്ടും. ഞാൻ കുഞ്ഞു പാത്രം ആയതുകൊണ്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടില്ല. അതൊന്ന് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചൂട് ആ ഒരു ഷീറ്റിലേക്ക് തട്ടിയ ഷീറ്റ് ഡാമേജ് ആവുകയൊന്നുമില്ല. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഇത് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ഉപ്പൊക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിൽ ഈർപ്പം വരാറുണ്ട്. പൊട്ടും ഈർപ്പം ഇല്ലാതെ എത്ര നാളും നമുക്ക് ഉപ്പ് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കുരുമുളകാണ് കേട്ടോ. ഈ കുരുമുളക് ഞാൻ ഈ ഒരു ഉപ്പ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏകദേശം 25ഓളം കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ലിഡൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു കുരുമുളക് ഉപ്പിൻ്റെ എല്ലാ വശത്തേക്കും എത്തുന്ന വിധത്തിൽ വേണം ഷേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി അതല്ല ഉപ്പൊക്കെ ബോട്ടിലേക്ക് പൊട്ടിച്ചിടുന്ന ആ ഒരു സമയമാണെങ്കിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം കുരുമുളക് ഇട്ട് കൊടുക്കുക. വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വീണ്ടും കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കുരുമുളകൊന്നും വേണ്ട, വളരെ കുറച്ച് എണ്ണം മാത്രം മതി. ഇനി ഇത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഏത് കറിയിലായാലും ഏത് ഫുഡിലായാലും കുരുമുളക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തെ ദോഷകരമായിട്ടൊന്നും ബാധിക്കില്ല. ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം. നമ്മൾ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഉറുമ്പ്. പ്രത്യേകിച്ചും പഞ്ചസാര പാത്രങ്ങളൊക്കെ നമ്മൾ എത്ര ഉയരത്തിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഉറുമ്പ് വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളതും എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. ഞാൻ ഈ പാത്രം മുകളിൽ കൊളുത്തിയിടുന്ന പാത്രമാണ്. പക്ഷെ ഇതിൽ നിറയെ ഉറുമ്പ് വന്നതിന് ശേഷം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ പിന്നീട് പഞ്ചസാര കീപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനായിട്ട് കണ്ടോ ഞാനിതുപോലെ വിസ്താരമുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ പഞ്ചസാര പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാര പാത്രം ഇറക്കി വെക്കുന്ന സമയത്ത് എടുത്തിരിക്കുന്ന പഞ്ചസാര പാത്രത്തിനേക്കാൾ വിസ്താരമുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. അതിലേക്ക് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പഞ്ചസാരയിലേക്ക് ഉറുമ്പ് വരില്ല കേട്ടോ. മാത്രമല്ല എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുകയും വേണം. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. നമ്മുടെ കിച്ചണിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വൃത്തികേടാവുന്നൊരു ഭാഗം തന്നെയാണ് ഗ്യാസ് സ്റ്റൗ. നമ്മൾ എത്ര സൂക്ഷിച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും എണ്ണമയവും അഴുക്കൊക്കെ പെട്ടെന്ന് ആവാറുണ്ട്.
എത്ര അഴുക്കുണ്ടെങ്കിലും ഒട്ടും വെള്ളം യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ്. അപ്പോൾ ആദ്യം ഞാനിതിൻ്റെ വളയങ്ങളെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കൈവിരലിൽ കുറച്ച് വാസലിനാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. വാസലിൻ വിരലുകളിലൊന്നാക്കിയതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ വശത്തും ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വാസലിനൊന്നും നമുക്ക് വേണ്ട, വളരെ കുറച്ച് വാസലിൻ മാത്രം മതി കേട്ടോ. ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സോപ്പോ ലിക്വിഡോ വെള്ളമോ ഒന്നും നമുക്ക് ആവശ്യമില്ല. അല്പം വാസലിൻ മാത്രം മതി എത്ര പഴക്കം ചെന്നതും അതുപോലെ അഴുക്കുള്ള ഗ്യാസൊക്കെ പുതുപുത്തനായിട്ട് വെട്ടിത്തിളങ്ങാനായിട്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു പ്ലേറ്റിലൊക്കെ ഇതുപോലെ വാസലിൻ വെച്ചിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കുന്നുണ്ട്. ആ ഒരു പ്ലേറ്റിലുള്ള അഴുക്കൊക്കെ എനിക്ക് നല്ല രീതിയിൽ തന്നെ നീങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ വശത്തും വാസലിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ കൈവിരൽ വെച്ചിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. സ്ക്രബ്ബറൊന്നും ആവശ്യമില്ല. എത്ര അഴുക്കുണ്ടെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ വെള്ളമോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ബർണർ മാറ്റി കൊടുക്കാതിരുന്നത്. നിങ്ങൾ ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബർണറൊന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് ആ ഒരു ഭാഗം നമ്മൾ ഒരു ലിഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചിരട്ട വെച്ചിട്ടോ ഒന്ന് മൂടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാ വശവും കൈ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഉണങ്ങിയിട്ടുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തുടച്ചെടുക്കുമ്പോൾ തന്നെ ഇനി ഏതെങ്കിലും ഭാഗത്ത് അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ആ തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നീങ്ങി കിട്ടും. അപ്പോൾ ഞാനിതാട്ടോ ആ ഒരു പ്ലേറ്റാണ് ആദ്യം തുടച്ചെടുത്തിട്ടുള്ളത്. ആ ഒരു വശം നല്ല പോലെ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ വശവും ഇതേ തുണി വെച്ചിട്ട് തന്നെയാണ് ഞാൻ തുടച്ചെടുത്തിട്ടുള്ളത്. 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ തുടച്ചെടുത്തിട്ടുള്ളത്. ആദ്യം തുണിയുടെ ഒരു സൈഡ് വെച്ചിട്ട് തുടച്ചെടുത്തു. അതിന് ശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് രണ്ടാമതൊരു തവണ കൂടി തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ രണ്ടാമത്തെ തവണ കൂടി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 പ്രാവശ്യം തുടച്ചെടുത്തിട്ടും വാസലിൻ്റെ എണ്ണമായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള വേറൊരു കോട്ടൺ പീസ് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം തുടച്ചെടുത്തതിന് ശേഷമുള്ള ഗ്യാസ് സ്റ്റൗവിൻ്റെ ലുക്കാണത്. സ്റ്റൗവിൻ്റെ ടോപ്പ് വശമായാലും ആ ഒരു കിണ്ണമായാലും നല്ലപോലെ എനിക്ക് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ എത്ര അഴുക്കായിട്ടുള്ള ഗ്യാസ് സ്റ്റൗ ആയാലും പഴക്കം ചെന്ന ഗ്യാസ് സ്റ്റൗ ആയാലും വെള്ളമോ സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ വാസലിൻ വെച്ചിട്ടുള്ള ഈ ഒരു ക്ലീനിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുന്നു വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.